നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത മത്സരം റിയാദ് സീസണിൻ്റെ ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അതെ, റിയാദ് ഡെർബിയിൽ അൽ നസറും അൽ ഹിലാലും തമ്മിൽ 8-ാം തീയതി ഏറ്റുമുട്ടുകയാണ്. അതിൽ അൽ നസർ വിജയിച്ചാലോ അല്ലെങ്കിൽ സമനില പിടിച്ചാലോ അവർക്ക് റിയാദ് സീസൺ കപ്പ് കിട്ടും. അൽ ഹിലാലിന് കിരീടം ചൂടണമെങ്കിൽ വിജയിച്ചേ പറ്റൂ. ഈ കളിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവും, കൺഫേംഡ് ആണ്. സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ അത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ. പക്ഷെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ക്രിസ്ത്യാനോ ഫുൾ ടൈം കളിക്കാനുള്ള സാധ്യതയില്ല എന്ന്. ഇന്നലെയൊക്കെ അദ്ദേഹം ടീമിനോടൊപ്പം ഫുൾ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു. പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായി ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനോടൊപ്പം ഫുള്ളായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ അവസാനമായി മത്സരം കളിച്ചിട്ട് 1 മാസത്തിലധികം സമയമായല്ലോ. അതുകൊണ്ട് തന്നെ ഒരല്പം കോഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് ലൂയിസ് കാസ്ട്രോ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ ഓൺലി പ്ലേ എ ഫ്യൂ മിനിറ്റ്സ് അഗെയിൻസ്റ്റ് അൽ ഹിലാൽ ഡ്യൂ ടു ഹിസ് ലാക്ക് ഓഫ് ഫുൾ റെഡിനെസ് എന്നാണ്. അതായത് ശരിയാണ്, ഇങ്ങനെ തിരിച്ചു വരുന്നേ ഉള്ളൂ. ഫുൾ റെഡിനെസ് എന്ന് നമുക്ക് പറയാനാവില്ല, അത് ഗ്രാജുവലി സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് റിയാദ് സീസൺ കപ്പിൽ അൽ ഹിലാലിനെതിരെ അദ്ദേഹം കളിക്കും, പക്ഷെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ അദ്ദേഹം കളിക്കൂ എന്നാണ് റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് 8-ാം തീയതിയിലെ റിയാദ് ഡെർബിക്ക് ശേഷമാണ് അൽ നസർ ഒരു വലിയ മത്സരം കളിക്കാൻ പോകുന്നത്. ഫെബ്രുവരി 14 രാത്രി ഇന്ത്യൻ സമയം 11:30 AFC ചാമ്പ്യൻസ് ലീഗിൽ അവർ അൽ ഫൈഹയ്ക്കെതിരെ കളിക്കുന്നു. ഇത്തവണ AFC ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളത് അൽ നസറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. കാരണം അവർക്ക് അടുത്ത ക്ലബ് വേൾഡ് കപ്പിന് 2025 ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത ലഭിക്കണം. അതിനായിട്ടുള്ള പരിശ്രമത്തിലാണ് അൽ നസർ ഉള്ളത്. അതുകൊണ്ട് അൽ ഫൈഹയ്ക്കെതിരെയുള്ള കളിക്ക് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.